ഒന്നാം പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ടാക്കിയിട്ട് ആൾ അന്ന് തന്നെ പോയി. ഞങ്ങളെല്ലാവരും കൂടി ഇത് രണ്ടാം പെരുന്നാളിന് ഞങ്ങളുടെ അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഞാനും രണ്ടാമത്തെ അനിയത്തിയും ബസ്സിലും, ബാക്കി അവർ രണ്ടുപേരും കുട്ടികളൊക്കെ ഓട്ടോറിക്ഷയിൽ കുഞ്ഞുപ്പാൻ്റെ ഓടിയും, പിന്നെ ഉമ്മയും ഉപ്പയും വണ്ടിയിലൊക്കെ കേട്ടോ വന്നത്. ഒറ്റപ്പാലം വരോടാണ് സ്ഥലം. അങ്ങനെ ഇത് അമ്മായിൻ്റെ വീടെത്തി. നല്ല ചൂട് കാരണം നാരങ്ങ വെള്ളമൊക്കെ കലക്കി തന്നു. അതൊക്കെ കുടിച്ചതാണ് എൻ്റെ അമ്മായി. പിന്നെ ഇതെൻ്റെ കുഞ്ഞുപ്പയാണ്, ഇതെൻ്റെ ഉപ്പ, ഇതെൻ്റെ കുഞ്ഞുമ്മ. പിന്നെ ഇവിടുത്തെ ഉമ്മ എവിടെയാണ് ചോദിച്ചപ്പോൾ ആളിതാ ഇവിടെ ഇരുന്ന് മീൻ നേരെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ബിരിയാണി നെയ്ച്ചോറൊന്നും വേണ്ടാന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വിറകടുപ്പിൽ നല്ല അടിപൊളി ബീഫ് കിടന്ന വേവുണ്ട്, പരിപ്പ് കറി അവിടെ റെഡി ആവുന്നുണ്ട്. എൻ്റെ ഉമ്മ വന്നതും പാത്രം കഴുകണ ജോലി ഏറ്റെടുത്തു. ഞാൻ പിന്നെ ഇതാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. സിലോപ്പിയ മുഴുവനോട് പൊരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുമ്മ അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നു. കഴിക്കുന്ന ബീഫിനും മോരുകറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ല നാടൻ ടേസ്റ്റാണ്. അപ്പം മീനും ബീഫൊക്കെ അവിടെ റെഡി ആവുന്ന ടൈമിൽ അമ്മായി ബാക്കിയുള്ള മീനിൽ മുളകൊക്കെ തേച്ചു. ഞങ്ങളിതാ ഇവിടെ എന്തൊക്കെയുണ്ട് തപ്പിപ്പിടിച്ച് തിന്നാന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. മുളകിലിട്ടതും ഉപ്പിലിട്ടതും കാന്താരിയാണ്. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ. അത്യാവശ്യം എരിവുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ ടേസ്റ്റ് നോക്കി വരുമ്പോഴത്തെ അമ്മായി പറഞ്ഞു ഈ ബീഫൊന്നും എന്തോ നോക്കുകയെന്ന്. ബീഫ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് ഉപ്പാൻ്റെ പെങ്ങളുടെ വീടും അതുപോലെ തന്നെ കുഞ്ഞുമ്മാൻ്റെ വീടാണ് കേട്ടോ. ഇവരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലും കൊടുക്കലും കല്യാണം എന്ന് പറയില്ലേ, അവിടുന്ന് കുഞ്ഞുപ്പി അമ്മായും ഇവിടുന്ന് മാമിയും കുഞ്ഞുമ്മയും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ഇരുന്നാലോചിച്ചൊക്കെ മനസ്സിലാവും. പിന്നെ ഇതാ ഒരു ലോഡ് പപ്പടമൊക്കെ പൊരിച്ച്, മോരുകറിയും മീൻ വറുത്തതും ബീഫും ചോറും 3 തരം അച്ചാറും എല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിച്ചോ. സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മീനൊക്കെ എനിക്ക് ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ടേ സമാധാനത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് തിന്നാനാണോ കേട്ടോ ഇഷ്ടം, ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് താഴെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഈ ചേമ്പിട്ട് വെച്ച മോരുകറി ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം ആർക്കും മീൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ മീൻ എടുത്തതും അതിനാവശ്യക്കാർ ഏറെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് ഇതാ ഈ ഒരു അവസ്ഥയായി. പാവം മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം മസാലയൊന്നും ചേർക്കാണ്ട് ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. ചോറ് കഴിച്ച് കുറച്ച് റെസ്റ്റ് ഇരിക്കുമ്പോഴത്തേനും എന്താ മിഠായും ബിസ്ക്കറ്റും എല്ലാം കൊണ്ടുവന്നു. പിന്നെ മക്കൾ കളിക്കുമ്പോഴായിരുന്നു അപ്പുറത്തൊരു റബ്ബർ എസ്റ്റേറ്റാണ്, അവിടെ ഇതാ ഒരു അതിഥി എത്തിയിട്ടുണ്ടായിരുന്നു മയിൽ. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി ചായ മിച്ചറൊക്കെ കുടിച്ച് രാത്രിയൊക്കെ പറഞ്ഞത് ഇറങ്ങുകയാണ്. ഇത് അമ്മായിൻ്റെ മോനാണ്. 2 മക്കളാണ്, ഒരാൾ ഗൾഫിലാണുള്ളത്. പിന്നെ ഞങ്ങൾ കുഞ്ഞുപ്പാൻ്റെ കൂടെ കേട്ടോ വീടെത്തിയത്. ഇതാ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്.